ഇന്നത്തേത് ഒരു മീൻ മുള്ളു കഥയാണ്. അതെ, പറഞ്ഞുതരാം. കഴിഞ്ഞ കുറച്ചു നാളുകളായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടങ്ങൾ കാരണം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. അതേ കാരണം കൊണ്ട് തന്നെ ചിന്നു ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ മുടങ്ങാതെ കൊടുത്തിരുന്ന സ്പെഷ്യൽ വിഭവങ്ങൾക്കും പഞ്ഞം വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഷൂട്ടിന് പോയ ഭാര്യ വിളിച്ചിട്ട് എന്റെ മീൻകറി നല്ലോണം മിസ് ചെയ്യുന്നുണ്ടെന്നും പറ്റുമെങ്കിൽ അവളൊന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വയ്ക്കാമോ എന്നും ചോദിക്കുന്നത്. അതിനെന്താ, ആകാമല്ലോ എന്നായി ഞാനും. പക്ഷെ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ മീൻ കഴിക്കാറില്ല. എന്താണ് കാരണമെന്നല്ലേ, ഒരു മീൻ മുള്ളു തന്നെ. അപ്പോൾ ഈ കഥ നടക്കുന്നത് എന്റെ 9ാം വയസ്സിലാണ്, അതായത് 4ാം ക്ലാസ്സിൽ. പൊതുവെ അത്യാവശ്യം നല്ല കുരുത്തക്കേടുണ്ടായിരുന്ന ഞാൻ ടീച്ചർമാരുടെ സ്ഥിരം നോട്ടപ്പുള്ളിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് ബബിൾ ഗം ചവച്ചു എന്ന കൊടും കുറ്റത്തിന് എന്നെ എന്റെ ക്ലാസ് ടീച്ചർ പിടിച്ച് പെണ്ണുങ്ങളുടെ കൂടെ ഇരുത്തി. 90s കിഡ്സിന് എന്തായാലും ഈ ഒരു സമ്പ്രദായം മറക്കാൻ സാധ്യതയില്ല. അന്നൊക്കെ കിട്ടാവുന്നതിൽ ഏറ്റവും നാണം കെട്ട ഒരു ശിക്ഷയായിട്ടായിരുന്നു ഇതിനെ കണക്കാക്കിയിരുന്നത്. അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടിയത് ക്ലാസ്സിലെ പഠിപ്പിസ്റ്റുകളിൽ ഒരാളായ ആര്യയുടെ അടുത്തും. പക്ഷെ എന്റെ സന്തോഷം ആര്യ പഠിക്കുമെന്നതിലല്ലായിരുന്നു, മറിച്ച് ആര്യയുടെ അച്ഛന് സ്വന്തമായി ഒരു ഹോട്ടൽ ഉണ്ടെന്നതിലായിരുന്നു. അതുകൊണ്ട് തന്നെ കക്ഷിയായിരുന്നു ക്ലാസ്സിൽ എല്ലാ ദിവസവും ചിക്കനും മട്ടനും ബീഫും മീനും ഒക്കെ കൊണ്ടുവന്നിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനി മുതൽ അങ്ങോട്ട് അതൊക്കെ എനിക്കും സ്വന്തമെന്നർത്ഥം. ഇനി എന്റെ ചോറ്റുപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും എനിക്ക് ചോറും ഓംലെറ്റും മോരുകറിയും തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ പുതിയ ഇരിപ്പിടം ആസ്വദിച്ച് പൊക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആര്യ ഒരു ദിവസം ഊണിന് ചാള ഫ്രൈയുമായി വരുന്നത്. കണ്ടപാടെ ഒരെണ്ണമെടുത്ത് ഒന്നും നോക്കാതെ വിഴുങ്ങി. എന്റെ ആക്രാന്തത്തിന്റേതാണോ ബാക്കിയുള്ള കുട്ടികളുടെ പ്രാക്കിന്റേതാണോ എന്നൊന്നും അറിയില്ല, ചാളക്കുട്ടന്റെ മുള്ള് എന്റെ തൊണ്ടയിൽ കുടുങ്ങി. കണ്ണിൽ നിന്നും പൊന്നീച്ച പാറിയ നിമിഷങ്ങൾ. ഉമിനീരിറക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒരു കുപ്പി വെള്ളം മുതൽ ക്ലാസ് ടീച്ചർ തന്ന റോബസ്റ്റ പഴം വരെ കഴിച്ചു നോക്കി. നോ രക്ഷ. ഒടുവിൽ അച്ഛൻ വന്ന് എന്നെയും കൂട്ടി നേരെ ആശുപത്രിയിലേക്ക്. ഒന്ന് കണ്ണടച്ചാൽ ഇന്നും ആശുപത്രിയിലേക്കുള്ള ആ ഓട്ടോറിക്ഷ യാത്ര എനിക്ക് 4K അൾട്രാ HD മികവിൽ കൺമുന്നിൽ കാണാൻ സാധിക്കും. ഒടുവിൽ ഡോക്ടറിന്റെ സൂത്രപ്പണികൾക്ക് വഴങ്ങി ചാളക്കുട്ടന്റെ ആ മുള്ള എന്റെ തൊണ്ടയോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. കൂടെ മീൻ എന്ന വിഭവത്തിനോട് ഞാനും യാത്ര പറഞ്ഞു. മീനില്ലാതെ ഒരു ദിവസം പോലും തള്ളി നീക്കാത്ത അമ്മയെ ഇത്രയും നാള് സഹിച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കല്യാണം കഴിച്ചതാണെങ്കിലോ, പ്രഭാത ഭക്ഷണത്തിന് പോലും മീൻ കഴിക്കുന്ന കുടുംബത്തിലെ ഒരു പെണ്ണിനെ. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഈയിടെയായി മുള്ളില്ലാത്ത ഈ കാണുന്ന കേര മീനുകൾ പോലെയുള്ളവയെ കഴിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവരുന്നു. പണ്ട് ആരോ പറഞ്ഞതുപോലെ നമ്മുടെ പല പ്രശ്നങ്ങളുടെയും തുടക്കം ബാല്യത്തിൽ നിന്നും തന്നെയാണ്. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരും ഋതുഭാവങ്ങൾ. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.